ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ്. വീഡിയോ എന്താ വെച്ചാൽ സിമ്പിൾ ആണ്. ഒരു ചങ്ങാതി വയലിൻ വായിക്കുന്നുണ്ട്. അയാൾ ആക്ച്വലി ലോകത്തിലെ ഏറ്റവും ഫേമസ് വയലിനിസ്റ്റ് ആണ്. അയാളുടെ തന്നെ ഏറ്റവും ഫേമസ് നോട്ടാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ഏകദേശം 3 മണിക്കൂറോളം അവിടെ നിന്ന് വായിച്ചിട്ട് അയാൾക്ക് $30 എങ്ങാണ്ടാണ് അവിടെ നിന്ന് ആകെയുള്ള കളക്ഷൻ. ലൈക്ക് ഒരു ബെഗറുടെ രൂപത്തിൽ നിന്നിട്ടാണ് വായിക്കുന്നത്. കാരണം സബ്വേയിൽ ഇങ്ങനെ ആൾക്കാർ വന്ന് പോകുന്നുണ്ട്, ചിലർ ശ്രദ്ധിക്കുന്നുണ്ട്, ചിലർ $1-2 ഒക്കെ കൊടുക്കുന്നുണ്ട്. ദ തിങ് ഈസ് പുള്ളി ലോകത്തിലെ ബെസ്റ്റ് വയലിനിസ്റ്റ് ആണ് വായിക്കുന്നത്. അയാളുടെ ബെസ്റ്റ് ഇൻസ്ട്രുമെന്റിലാണ് വായിക്കുന്നത്. $3.5 million വിലയുണ്ട് അത്ര വയലിന്. ഓക്കെ, അത് നിയർലി 30 കോടിയുടെ അടുത്തുണ്ടാവും, 28 കോടിയൊക്കെ ഉണ്ടാവും. അത്രയും പ്രൈസ് ഉള്ള വയലിൻ വെച്ചിട്ടാണ് വായിക്കുന്നത്. അയാളുടെ തന്നെ മാസ്റ്റർ പീസ് ആണ് ഇയാൾ വായിക്കുന്നത്. ഇയാൾക്ക് ആകെ കിട്ടിയത് 3 മണിക്കൂറിൽ $30. ഇയാള് അതിന്റെ ഒരാഴ്ച മുന്നേ എങ്ങാണ്ട് അതിന് നിയർ ബൈ സിറ്റിയിൽ ഹൗസ്ഫുൾ ആയിട്ട് സീറ്റിന് $100 വെച്ചിട്ട് പ്രോഗ്രാം നടത്തിയ ആളാണ്. സെയിം നോട്ട് സെയിം വയലിനിൽ അയാൾ അവിടെ വായിച്ചത്. അത് സോൾഡ് ഔട്ട് ആണ് ടിക്കറ്റ്. അവിടെ മില്യൺസ് അയാൾ റവന്യൂ ഏൺ ചെയ്തിട്ടുണ്ട്. സെയിം 3 ഹവേഴ്സിന്. ഈ പണി തന്നെ അവിടെ എടുത്തിട്ടുള്ളൂ. സെയിം പണി തന്നെ അവിടെ എടുത്തിട്ടുള്ളൂ. ഓഡിയൻസ് മാറി. അപ്പോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ, നമ്മുടെ നാട്ടില് എന്ത് കാര്യവും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ചിന്ത ഉണ്ടാവില്ലേ? നമ്മുടെ നാട്ടിലൊരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ട് എന്ന് പറയുന്ന സത്യം നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന കാര്യമാണല്ലോ. നമ്മുടെ നാട്ടിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, ഇവിടെ ഭയങ്കര ഫ്രിക്ഷൻ ആണ്, ഇവിടെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഭയങ്കര തടസ്സമാണ്. എനിക്ക് ആകെ ഞാനൊരു 60 വയസ്സ് 70 വയസ്സ് വരെ ജീവിക്കും. അതിൽ തന്നെ ഒരു പ്രൊഡക്റ്റീവ് ഇയേഴ്സ് ഒരു 20 to 30 years ആയിരിക്കും. മീൻസ് വർക്കബിൾ ഇയേഴ്സ്. ആ പീരീഡ് ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ എനർജി വെറുതെ വേസ്റ്റ് ആകത്തേ ഉള്ളൂ. ഞാൻ വേഗം എസ്കേപ്പ് അടിക്കാന്ന് കരുതി നാട് വിടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ ആരാ ബാക്കിയുള്ളത്? ഒന്നും നടക്കില്ല എന്ന് പറയുന്ന ആൾക്കാരല്ലേ. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും നിങ്ങളാണെങ്കിൽ പോലും നമ്മളൊരു പരിധിക്ക് അപ്പുറത്ത് നമ്മുടെ ആശയങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എസ്കേപ്പ് അടിക്കും. അതിന് റീസൺ ഉണ്ട്. അതായത് എൻ്റെ കയ്യിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷെ ഈ ഓഡിയൻസ് അത് സ്വീകരിക്കാൻ പറ്റിയവരല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ പോകില്ലേ? പക്ഷെ അതന്നെ ആയിരിക്കില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാന പ്രശ്നം.